ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇഫ്താർ സ്നാക്കായിട്ട് ഞാൻ ചിക്കൻ ഡോണറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഡോണറ്റ്സ് അറിയാത്ത ആൾക്കാർ ആരുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഡോണറ്റ്സ് ഇടുന്നുണ്ട് റെസിപ്പി. അപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇടുന്നുണ്ട്. പിന്നെ ഒരു പിടി ഓണിയൻ ഇടുന്നുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക് ഇടുന്നുണ്ട്. പിന്നെ കൊറിയൻഡർ ലീവ്സും ഒരു സ്പൂണ് ഗരം മസാലയും ഹാഫ് സ്പൂണ് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് വിനെഗർ ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ ലെമൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിനെഗർ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ലെമൺ ഇത് വിനെഗർ സ്കിപ്പ് ചെയ്തിട്ട് ലെമൺ ഇടുക. പിന്നെ അതിലേക്ക് സോയ സോസും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടാം, സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ്, പിന്നെ ഇതിലേക്ക് ടർമറിക് പൗഡർ ഇടണം. എൻ്റെ ഈ വീഡിയോ സ്കിപ്പായിട്ടുണ്ടായിന്. അങ്ങനെ നല്ലതുപോലെ നല്ലത് ഫുള്ള് പേസ്റ്റ് പോലെ നിങ്ങൾ ആക്കേണ്ട. അപ്പോൾ കുറച്ച് ഒരു ബായ്ക്ക് ഇട്ടിട്ടാകുമ്പോൾ കടിക്കുന്ന ഒരു ഇതിലേക്കിട്ട് അപ്പോൾ തരി തരിയായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. അങ്ങനെ അതിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പൊട്ടാറ്റോ വേവിച്ച് സ്മാഷ് ചെയ്തതാണ്. അപ്പോൾ അതിനും ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇത് നല്ലതുപോലെ വീണ്ടും നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വെള്ളം ഉണ്ടെന്ന് കണ്ടെങ്കിൽ, വാട്ടറിൻ്റെ അംശം ഉണ്ടെന്ന് കണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ഇടണം. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിക്കുമ്പോൾ വെള്ളം എന്തോ ചേർത്തിട്ടില്ല, എന്നാലും കുറച്ച് ലൂസായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രെഡ് ക്രംസ് ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഇടുന്നുണ്ട്. ഓയിൽ ഇട്ടിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഞാൻ വീഡിയോത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നോസൽ വെച്ചിട്ട് ഡോണറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കത് നേരായിട്ട. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം റൗണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഡോണറ്റ്സ് രീതിയിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്കുന്നത് കാണുന്നുണ്ടല്ലോ, അങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നേരായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഡോണറ്റ്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫസ്റ്റേക്ക് മൈദ മാവിൽ ഇങ്ങനെ ഇതുപോലെ ആക്കണം, ഫുള്ള് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം എഗ്ഗൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് വെക്കണം. ഇത് ഈ പ്രൊസീജിയർ എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. അറിയാത്ത ആൾക്കാർക്ക് മാത്രമേ ഇത് ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയതിന് ഞാൻ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അതിന് ശേഷമാണ് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നതാണ് ഇത് ചിക്കൻ ഡോണറ്റ്സ്. പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റും അതുപോലെ തിന്നാനും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റിലൂടെ പറയണം.
അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ മോൾക്ക് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു ഫോർ വാച്ചിങ്.